Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class, we had started with the section Markov chain. എന്താണ് Markov chain എന്ന് Markov chainനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് പ്രോബബിലിറ്റി ടേംസിനെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് സെഷനകത്ത് ഡീൽ ചെയ്തത്. ആൻഡ് ടുഡേ വി ആർ ട്രൈ ടു ഡിസ്കസ് അബൌട്ട് ആൻ എക്സാമ്പിൾ ഓൺ Markov chain. Markov chainനെ പറ്റി ഒരു എക്സാമ്പിൾ, Markov chainൻ്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. നോക്കുക, Coke and Pepsi are the only companies in country X. A soda company wants to tie up with one of these competitors. They hire a market research company to find which of these brands will have a higher market share after 1 month. Currently, Pepsi owns 55% and Coke owns 45% of the market share. And following are the conclusions made by the market research company. എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ 2 കോള കമ്പനീസ് ആണുള്ളത്. ദേ ആർ കോക്ക് ആൻഡ് പെപ്സി. എ സോഡ കമ്പനി വാണ്ട് ടു ടൈ അപ്പ് വിത്ത് വൺ ഓഫ് ദീസ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ദേ ഹയർ എ മാർക്കറ്റ് റിസർച്ച് കമ്പനി to find which of these brands will have a higher market share after 1 month. ഒരു മാസത്തിന് ശേഷം ഈ 2 കമ്പനികളിൽ ആർക്കാണ് ഹയർ മാർക്കറ്റ് ഷെയർ കിട്ടുന്നത് അല്ലെങ്കിൽ ഹയർ മാർക്കറ്റ് ഷെയർ ഉണ്ടാവുക എന്നതിനെ പറ്റി റിസർച്ച് എടുക്കാൻ ഒരു റിസർച്ച് കമ്പനിയെ ഈ സോഡ കമ്പനി എന്ത് ചെയ്തു, ഏൽപ്പിച്ചു. ആൻഡ് കറൻ്റ്ലി ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച്, കറണ്ട് സ്റ്റേറ്റ് അനുസരിച്ച്, the Pepsi owns 55% and that of Coke owns 45% of the market share. And the conclusions made by the market research company are given below. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? പ്രോബബിലിറ്റി ഫ്രം പെപ്സി ടു പെപ്സി, പെപ്സിയിൽ നിന്നും അല്ലെങ്കിൽ പെപ്സി എന്ന് പറയുന്ന ബ്രാൻഡിനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, പെപ്സിയിൽ നിന്നും പെപ്സിയിലേക്ക് തന്നെ ട്രാൻസിഷൻ ഉണ്ടാവാൻ ഉള്ള പ്രോബബിലിറ്റി എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര പ്രോബബിലിറ്റി ആണ് ആൾക്കാർ പെപ്സി തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെപ്സിയിൽ നിന്നും പെപ്സിയിലേക്ക് തന്നെ മാറാനായിട്ടുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് 0.7. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് പെപ്സി ടു കോക്ക്, പെപ്സിയിൽ നിന്നും കോക്ക്, പെപ്സി ചൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ കോക്ക് ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇറ്റ് ഈസ് 0.3. Probability from Coke to Coke it is 0.9 and probability from Coke to Pepsi it is 0.1. അപ്പോൾ ഇപ്പോഴത്തെ 2 കോള കമ്പനികളുടെയും മാർക്കറ്റ് ഷെയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ട്രാൻസിഷൻ്റെ ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ് ഒന്ന് തന്നിട്ടുണ്ട്, നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് which of these brands will have a higher market share after 1 month. ഒരു ടൈം പീരീഡിന് ശേഷം, 1 month എന്ന് പറയുന്ന ടൈം പീരീഡിന് ശേഷം ഇതിലേത് കമ്പനിക്കായിരിക്കും ഹയർ മാർക്കറ്റ് ഷെയർ ഉണ്ടാവുക എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 സ്റ്റേറ്റുകളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? പെപ്സി ആൻഡ് കോക്ക്. 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദേ ആർ പെപ്സി ആൻഡ് കോക്ക്. ഈ 2 സ്റ്റേറ്റ്സിൻ്റെയും സ്റ്റേറ്റ് പ്രോബബിലിറ്റി അഥവാ കറണ്ട് പ്രോബബിലിറ്റിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കറണ്ട് സ്റ്റേറ്റ് എന്താണ്, എത്രയാണ്? കറണ്ട് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 55% ആൻഡ് ദാറ്റ് ഓഫ് കോക്ക് ഇറ്റ് ഈസ് 45%. ആൻഡ് ഓൾസോ ഗിവൺ ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ്. ഓരോ സ്റ്റേറ്റുകളുടെയും ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഫ്രം പെപ്സി ടു പെപ്സി 0.7, പ്രോബബിലിറ്റി ഫ്രം പെപ്സി ടു കോക്ക് ഈസ് 0.3, പ്രോബബിലിറ്റി ഫ്രം കോക്ക് ടു കോക്ക് ഈസ് 0.9 ആൻഡ് ദാറ്റ് ഓഫ് ഫ്രം കോക്ക് ടു പെപ്സി ഈസ് 0.1. അപ്പോൾ നമുക്ക് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് വന്നിട്ടുണ്ട്, ആ ഓരോ സ്റ്റേറ്റുകളുടെയും കറണ്ട് പ്രോബബിലിറ്റീസ് വന്നിട്ടുണ്ട്, ആ സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് വന്നിട്ടുണ്ട്. കൂടാതെ ഓരോ സ്റ്റേറ്റുകളുടെയും ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മൾ എങ്ങനെ ഫ്യൂച്ചർ ഇവൻറ്റ്സിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ മാർക്കോവ് ചെയിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള അടുത്ത സ്റ്റേറ്റ് 1 മന്തിന് ശേഷമുള്ള ഈ 2 സ്റ്റേറ്റുകളുടെ അവസ്ഥയെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 സ്റ്റേറ്റുകൾ, ദ 2 സ്റ്റേറ്റ്സ് ദാറ്റ് വി ആർ ഗിവൺ ആർ പെപ്സി ആൻഡ് കോക്ക്. ഈ 2 സ്റ്റേറ്റുകളുടെയും സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് എത്രയൊക്കെയാണ്? പെപ്സിയുടെ എത്രയാണ്? 55%. 55% മീൻസ് in terms of probability it is 50/100 or 0.55. And that of Coke it is 45%. 45% means 45/100 or
ഇറ്റ് ഈസ് 0.45. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റുകളെ സംബന്ധിച്ച് ഈ രണ്ട് സ്റ്റേറ്റുകളുടെയും സ്റ്റേറ്റ് പ്രോബബിലിറ്റീസിൻ്റെ മെട്രിക്സ് ആണ് നമ്മളിപ്പോൾ എഴുതിയത്. സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്തു എഴുതി, ഗിവൺ ആയിട്ടുള്ള ഐറ്റംസ് എടുത്തെഴുതി. ഈ അടുത്ത് എന്താ വന്നിട്ടുള്ളത് ക്വസ്റ്റിനകത്ത് ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ട്രാൻസിഷൻ പ്രോബബിലിറ്റീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ മെട്രിക്സ് നമുക്കൊന്ന് എഴുതാം. അപ്പോൾ ട്രാൻസിഷൻ മെട്രിക്സ് നമ്മൾ എങ്ങനെയായിരുന്നു കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്നത്? ഇത് തന്നിരിക്കുന്നത് എന്താണ്? കറണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് പ്രോബബിലിറ്റി അനുസരിച്ചുള്ള സ്റ്റേറ്റ് മെട്രിക്സ് ആണ് നമ്മളിപ്പോൾ എഴുതിയത്. നെക്സ്റ്റ് വി ആർ ട്രൈങ് ടു റൈറ്റ് ദ ട്രാൻസിഷൻ മെട്രിക്സ്. ട്രാൻസിഷൻ മെട്രിക്സ് ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഏതൊക്കെ സ്റ്റേറ്റുകളാണുള്ളത് അവയെ നമ്മൾ റോ വൈസും കോളം വൈസും എഴുതി മെട്രിക്സിൻ്റെ നൊട്ടേഷൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഓരോ സ്റ്റേറ്റിൽ നിന്നും അതാത് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റീസിനെ റോയും കോളം കൂടി നോട്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? അതായത് സെല്ലിൽ നമ്മൾ അല്ലെങ്കിൽ അതായത് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? റെപ്രസെൻറ്റ് ചെയ്യണം. ദ പ്രോബബിലിറ്റി ഫ്രം പെപ്സി ടു പെപ്സി, പെപ്സിയിൽ നിന്നും പെപ്സിയിലേക്ക് തന്നെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എത്താണ്ട് 0.7. സോ പെപ്സിയുടെ റോയും പെപ്സിയുടെ കോളവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? 0.7. ദാറ്റ് ഈസ് ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഫ്രം പെപ്സി ടു പെപ്സി. ദെൻ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ഫ്രം പെപ്സി ടു കോക്ക്, പെപ്സിയിൽ നിന്നും കോക്കിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഈസ് 0.3. ആദ്യം റോ നോക്കുക, പിന്നീട് കോളം. എവിടെ നിന്നാണോ ഇനിഷ്യൽ സ്റ്റേറ്റ് എവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? റോ വൈസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫൈനൽ സ്റ്റേറ്റ് എവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കോളം വൈസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റ് ഫ്രം പെപ്സി ടു പെപ്സി ഇറ്റ് ഈസ് 0.7. ഫ്രം പെപ്സി ടു കോക്ക് ഇറ്റ് ഈസ് 0.3. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഫ്രം കോക്ക് ടു കോക്ക് it is 0.9, and that of probability from coke to Pepsi it is 0.1. So ഇവിടെ നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. സ്റ്റേറ്റുകൾ അഥവാ ഇവൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഏതൊക്കെയായിരുന്നു? പെപ്സിയും കോക്കും. ഈ രണ്ട് ഇവൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ സ്റ്റേറ്റ് പ്രോബബിലിറ്റി മെട്രിക്സ് എഴുതി. കറണ്ട് പ്രോബബിലിറ്റി മെട്രിക്സ് എഴുതി. ആൻഡ് ഓൾസോ ട്രാൻസിഷൻ്റെ പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് എഴുതി? ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമ്മൾ പഠിച്ച ടൈം എന്തായിരുന്നു? അത് ആവശ്യമില്ല എങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് പറഞ്ഞു പോകാം. ട്രാൻസിഷൻ ഡയഗ്രം കൂടെ നമുക്കൊന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ട്രാൻസിഷൻ ഡയഗ്രം റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസിഷൻ ഡയഗ്രം റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രണ്ട് സ്റ്റേറ്റുകൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സർക്കിളിലാക്കി എഴുതണം. ദെർഫോർ പെപ്സി ആൻഡ് കോക്ക് ഇതായിരുന്നു ഇവിടുത്തെ രണ്ട് സ്റ്റേറ്റ്സ്. ഇനി എന്ത് ചെയ്യണം? ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ് എഴുതുക. പെപ്സി ടു പെപ്സി, പെപ്സിയിൽ നിന്നും പെപ്സിയിലേക്ക് തന്നെ ഉള്ള ട്രാൻസിഷൻ ആരോ വൈസ് എഴുതിയിട്ട് എഴുതണം. അവിടുത്തെ പ്രോബബിലിറ്റി 0.7. ദെൻ പെപ്സി ടു കോക്ക്, ആരോ ഫ്രം പെപ്സി ടു കോക്ക്, അതിൻ്റെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി 0.3. അഗെയിൻ കോക്ക് ടു പെപ്സി, and the reverse direction becomes 0.1, and that of coke to coke is 0.9. So ഇതാണ് നമ്മളുടെ ക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഡയഗ്രാം. നമുക്കിവിടെ ആവശ്യം ക്വസ്റ്റിനാണ് നമുക്കിത് ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ഡയഗ്രാം വരയ്ക്കുന്നത് ജസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നതേ ഉള്ളൂ. സോ നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾക്ക് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റിൻ്റെ പ്രോബബിലിറ്റി മെട്രിക്സും അതുപോലെ തന്നെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആഫ്റ്റർ 1 month വാട്ട് വിൽ ബി ദെയർ മാർക്കറ്റ് ഷെയർസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ 55%, 45% മാർക്കറ്റ് ഷെയറിലാണ് ഇവ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാകുന്ന ട്രാൻസിഷൻ ഇതാണെങ്കിൽ ഇങ്ങനെയാണ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റം, ട്രാൻസിഷൻ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി ഇത്രയും ആണെങ്കിൽ ഇപ്പോഴുള്ള ഈ കറണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ കറണ്ട് പ്രോബബിലിറ്റി എങ്ങനെ മാറും എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് 1 monthന് ശേഷം. അപ്പം
എന്താണ് തന്നിട്ടുള്ളത്? ഇപ്പോഴത്തെ കറണ്ട് പൊസിഷൻ ഓഫ് ദ മാർക്കറ്റ് ഷെയർ ഓഫ് ദാറ്റ് ഓഫ് പെപ്സി ആൻഡ് കോക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു മാസം കൊണ്ടുണ്ടാകുന്ന ട്രാൻസിഷനെ പറ്റി, ട്രാൻസിഷൻ്റെ പ്രോബിലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആഫ്റ്റർ 1 മന്ത്, ഒരു മന്തിന് ശേഷം എങ്ങനെയായിരിക്കും ഈ മാർക്കറ്റ് ഷെയറിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് സെഷനകത്ത് നമ്മുടെ മൾട്ടി സ്റ്റേജിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഒരു കറണ്ട് സ്റ്റേറ്റും അതുപോലെ തന്നെ ട്രാൻസിഷൻ മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ, ട്രാൻസിഷൻ പ്രോബിലിറ്റീസും തന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏത് സ്റ്റേറ്റ് ആണോ ഇനിഷ്യൽ സ്റ്റേറ്റ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ കറണ്ട് സ്റ്റേറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, ആ കറണ്ട് സ്റ്റേറ്റിനെ ട്രാൻസിഷൻ പ്രോബിലിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? നെക്സ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് നമുക്ക് കിട്ടും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സക്സീഡിങ് സ്റ്റേറ്റിനെ നമുക്ക് കിട്ടും. കറണ്ട് സ്റ്റേറ്റിൻ്റെ മെട്രിക്സിനെ ട്രാൻസിഷൻ പ്രോബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നെക്സ്റ്റ് സ്റ്റേറ്റിന് സക്സീഡിങ് സ്റ്റേറ്റിൻ്റെ മെട്രിക്സ് നമുക്ക് കിട്ടും. നമ്മൾ പറഞ്ഞ ഓർമ്മയില്ലേ, R0 ആണ് നമ്മളുടെ കറണ്ട് സ്റ്റേറ്റ് എങ്കിൽ R0 ഇൻറ്റു പി അഥവാ ട്രാൻസിഷൻ പ്രോബിലിറ്റി ആയിരിക്കും എന്ത്? സക്സീഡിങ് സ്റ്റേറ്റ് ആയ R1. അഗെയിൻ R1 ആണ് നമ്മളുടെ കറണ്ട് സ്റ്റേറ്റ് എങ്കിൽ R1 ഇൻറ്റു പി ട്രാൻസിഷൻ പ്രോബിലിറ്റി ദാറ്റ് വിൽ ബി ദ സക്സീഡിങ് സ്റ്റേറ്റ് R2 അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ് മെട്രിക്സ് അഥവാ സ്റ്റേറ്റ് പ്രോബിലിറ്റി മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ട്രാൻസിഷൻ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഒരു മാസം കൊണ്ടാവുന്ന ട്രാൻസിഷൻ ഇപ്രകാരമാണെങ്കിൽ ഒരു മാസത്തിന് ശേഷം ഈ മാർക്കറ്റ് ഷെയർ എങ്ങനെ മാറും എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദി സ്റ്റേറ്റ് മെട്രിക്സ് ഓർ സ്റ്റേറ്റ് പ്രോബിലിറ്റി മെട്രിക്സ് വിത്ത് ദ ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ഇവിടെ പോസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകുന്ന എപ്പോഴാണ്? ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും സെയിം ആണെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ? നമ്മളുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. സോ വാട്ട് ഈസ് ദ size of the first matrix? 1 row and 2 column, therefore 1/2. What about the second matrix? 2 rows and 2 columns, therefore 2/2. So first matrix inde number of columns second matrix inde number of rows same aanu. So matrix multiplication is possible. So we can multiply these two matrices. Matrix multiplication നമ്മൾ ഫസ്റ്റ് സെമ്മിലേക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ സിംപ്ലക്സ് ടേബിളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ആ സെഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞിരുന്നു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ പറ്റി. ഇവിടെ നമുക്ക് അതുകൊണ്ട് തന്നെ റോ വൈസും കോളം സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഈസ് ആൻസർ ജസ്റ്റ് അങ്ങ് എഴുതുകയാണ്. ഇറ്റ് ഈസ് 0.43. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫസ്റ്റ് മെട്രിക്സ് ഇസ് എ 1/2 മെട്രിക്സ് ആൻഡ് ദ സെക്കൻഡ് മെട്രിക്സ് ഇസ് എ 2/2 മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റിസൾട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 1/2 മെട്രിക്സ് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ഒരു റോയും 2 കോളം ഉള്ള മെട്രിക്സ്. ആൻഡ് results are 0.43 and 0.57. 0.43യും 0.57 ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു മാസത്തിന് ഇപ്പോഴത്തെ പെപ്സിയുടെയും കോക്കിൻ്റെയും മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 0.55ഉം 0.45 ആണ്. ട്രാൻസാക്ഷൻ സംഭവിക്കാനുള്ള പോസിബിലിറ്റി അഥവാ പ്രോബിലിറ്റി ഇപ്രകാരമാണെങ്കിൽ ഒരു മാസത്തിന് ശേഷം ഇവയുടെ മാർക്കറ്റ് ഷെയറിനുണ്ടാവുന്ന മാറ്റം ട്രാൻസാക്ഷൻ എപ്രകാരമായിരിക്കും? ദ മാർക്കറ്റ് ഷെയർ ഓഫ് Pepsi will become 0.43 and that of Coke will become 0.5. So ഒരു മാസത്തിന് ശേഷം പെപ്സിയുടെ മാർക്കറ്റ് ഷെയർ 0.55ൽ നിന്നും 0.43ലേക്ക് കുറയുകയും കോക്കിൻ്റെ മാർക്കറ്റ് ഷെയർ 0.45ൽ നിന്നും 0.57ലേക്ക് കൂടുകയുമാണ് ചെയ്യുന്നത്.
സോ നമുക്ക് മനസ്സിലായി എന്ത് നമ്മളുടെ മാർക്കോ ചെയിൻ അനുസരിച്ചാണ് ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇനിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റ് എപ്പോഴും സക്സീഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റിനെ അഫക്റ്റ് ചെയ്യുമെങ്കിൽ, അഥവാ സക്സീഡിങ് സ്റ്റേറ്റ് കറണ്ട് സ്റ്റേറ്റിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഏത് process or the events in the process, states in the process are in Markov chain, and if the transition probabilities are known, then we can calculate the state probabilities or the current probabilities by using the formula, that is initial probability or the current probability into transition probability will give the succeeding or the final probability matrix. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ഈ പ്രൊസീജിയർ എന്തിൻ്റെ ഫോമിലാണ്, ഒരു മാർക്കോ ചെയിൻ്റെ ഫോമിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാർക്കോ ചെയിൻ കാൽക്കുലേഷൻ മെത്തേഡ് അനുസരിച്ച് നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ നമുക്കറിയാം, അവിടെ ഉണ്ടാകുന്ന ട്രാൻസിഷനും അറിയാമെങ്കിൽ നമുക്ക് ഫൈനലായിട്ടുള്ള ഒരു മാസത്തിന് ശേഷം ഫ്യൂച്ചർ ആയിട്ടുള്ള ഇവൻറ്റിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ റിസർച്ച് കമ്പനി എങ്ങനെ പറയും, റിസർച്ച് കമ്പനിയുടെ ഒരു ഇവാലുവേഷൻ അനുസരിച്ച് അവർക്ക് പറയാം എന്താണ്, ഇപ്പോഴത്തെ പെപ്സിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 0.5 55% ആയിരുന്നു. ഇപ്രകാരമാണ് ട്രാൻസിഷൻ നടക്കുന്നത്, ഒരു മാസം കൊണ്ടുള്ള ട്രാൻസിഷൻ ഇപ്രകാരം മാറ്റം സംഭവിക്കുന്നത് ഈ ഒരു പ്രോബിലിറ്റിയിലാണെങ്കിൽ, ആഫ്റ്റർ 1 month the market share of Pepsi will become 43%, will decreases to 43%, and Coke has the market share of 45%, will get increased their market share to 57%. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇനിഷ്യൽ ആയിട്ടുള്ള ഈ സ്റ്റേറ്റിൽ നിന്നും ഫസ്റ്റ് ഒരു മാസത്തിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയർ നമ്മൾ കണ്ടുപിടിച്ചു. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഉള്ള മാർക്കറ്റ് ഷെയർ കണ്ടുപിടിക്കും. ഇഫ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ഈസ് ദ സെയിം, അവിടെ ഉണ്ടാകുന്ന ട്രാൻസിഷൻ പ്രോബിലിറ്റി, ആ മാറ്റങ്ങളുടെ പ്രോബിലിറ്റി സെയിം ഇത് തന്നെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു മാസത്തിന് ശേഷമുള്ള മാർക്കറ്റ് ഷെയർ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ സ്റ്റേറ്റ് അത് ഫൈനലായിട്ട് നമുക്ക് കിട്ടിയത് ഏതാണ്, ഈ സ്റ്റേറ്റ് ആണ്. Therefore ഈ സ്റ്റേറ്റ് പ്രോബിലിറ്റി 0.43 and 0.57 ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അവിടെ ഈ മാസത്തിന് ശേഷം ഇപ്പോൾ ജനുവരിയിലുള്ള മാർക്കറ്റ് ഷെയർ നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് എന്തിന് കിട്ടി, ഫെബ്രുവരിയിലെ കിട്ടി. ഒരു മാസം കൂടെ കഴിഞ്ഞുള്ളതാണെങ്കിൽ ഫെബ്രുവരിനെ എന്ത് വേണം, ഫെബ്രുവരിയിലെ മാർക്കറ്റ് ഷെയറിനെ ആ ട്രാൻസിഷൻ സെയിം ആണെങ്കിൽ ഫെബ്രുവരിയിൽ നിന്ന് മാർച്ചിലേക്ക് പോകുമ്പോൾ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ടൈം പീരീഡ് ഉണ്ടാകുന്ന ട്രാൻസിഷൻസ് സെയിം പ്രോബിലിറ്റി ഇതിനെ ഫോളോ ചെയ്യുന്നതിന് മാറ്റം വരാതിരിക്കാം, സെയിം പ്രോബിലിറ്റി ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ കറണ്ട് സ്റ്റേറ്റ് ബൈ മൾട്ടിപ്ലൈയിങ് ദ സ്റ്റേറ്റ് പ്രോബിലിറ്റി വിത്ത് ദ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ പ്രോബിലിറ്റി. നമുക്ക് കിട്ടുന്ന നമുക്കൊരു 1/2 മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്, അതിൻ്റെ അത് വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.35 and that of Coke is 0.64. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്ന വാല്യൂ എങ്ങനെയായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്, ഫെബ്രുവരി അല്ലെങ്കിൽ ഏത് മാസമാണ് കറണ്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന മന്തിൽ 43%ഉം 57%ഉമാണ് പെപ്സിയുടെയും കോക്കിൻ്റെയും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് ഷെയർസ് എങ്കിൽ, if the transition is happening in this way, transition probabilities are this, then we can say that after 1 month the market share of Pepsi will get decreased to 0.35 and that of Coke will get increased to 0.64 or 35%. ഇതിലേക്കും 64% ഇതിലേക്കും ഒരു മാറ്റം മാർക്കറ്റ് ഷെയറിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് അവിടെ പറയുന്നത്. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ എന്താണ്, ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഈ മാർക്കറ്റ് ഷെയർസ് എപ്പോഴും മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നൊരു ഏതൊരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് ഷെയർ എപ്പോഴും എന്തായിരിക്കും, സക്സീഡിങ് ആയിട്ടുള്ളതോ പ്രിസീഡിങ് ആയിട്ടുള്ള ഷെയർസിനെ മിക്കവാറും ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഷെയർസ് മിക്കപ്പോഴും മാർക്കോ ചെയിൻ ഫോളോ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ മാർക്കോ ചെയിൻ പ്രൊസീജിയർ അനുസരിച്ച് നമുക്ക് നമ്മളെ സ്റ്റേറ്റുകൾ അറിയാം, നമ്മളെ ഓരോ സ്റ്റേറ്റുകളുടെയും സ്റ്റേറ്റ് പ്രോബിലിറ്റീസും ട്രാൻസിഷൻ പ്രോബിലിറ്റീസും അറിയാമെങ്കിൽ മാർക്കോ ചെയിൻ കാൽക്കുലേഷൻ അനുസരിച്ച് ഫർദർ ആയിട്ടുള്ള സക്സീഡിങ് സ്റ്റേറ്റുകളുടെ പ്രോബിലിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ആ രണ്ട് പ്രോഡക്ട്സിൻ്റെയും മാർക്കറ്റ് ഷെയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി നോക്കുക,
ഇങ്ങനെയാണ് പ്രോബബിലിറ്റീസ് ട്രാൻസിഷൻ നടക്കുന്ന ഇപ്രകാരമാണെങ്കിൽ. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഓരോ മാസത്തിന് ശേഷവും ട്രാൻസാക്ഷൻസ് ഹാപ്പൻ ചെയ്ത് അടുത്ത മാസത്തിലേക്ക് കുറഞ്ഞോ കൂടിയോ മാർക്കറ്റ് ഷെയർ മാറി മാറി പോകുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ ഇൻഫൈനൈറ്റ് ആയിട്ട് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയാണെങ്കിൽ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്കും ഇവയുടെ പ്രോബബിലിറ്റി സ്റ്റഡി ആയിട്ട് പോകും. അതായത് ഇപ്പോൾ ഇത് 0.55 0.43 ആയി അല്ലേ. അതുകൊണ്ട് തന്നെ കോക്കിൻ്റെ ഷെയർ എന്തായി 0.45 0.57 ആയി. അടുത്ത ട്രാൻസാക്ഷൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, 0.43 വീണ്ടും കുറഞ്ഞ് 0.35 ആയി. ആൻഡ് 0.57 കൂടി എന്തായി 64% ആയിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ട്രാൻസാക്ഷൻ ഹാപ്പൻ ചെയ്ത് അപ്പോൾ ഇൻഫൈനൈറ്റ് ആയിട്ട് ഈ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ട്രാൻസാക്ഷൻ പ്രോബബിലിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേഷൻ നടത്തുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ കിട്ടുന്ന സ്റ്റേറ്റ് പ്രോബബിലിറ്റി സ്റ്റേഷനറി ആയിരിക്കും, അഥവാ കോൺസ്റ്റന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് മാർക്കോ ചെയിൻ ഫോളോ ചെയ്യുന്ന സ്റ്റേറ്റുകളെ സംബന്ധിച്ച് ഒരു പരിധിയിൽ കൂടുതൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ട്രാൻസിഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന കാൽക്കുലേഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷമുള്ള സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് എന്തായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, സ്റ്റഡി ആയിട്ട് അഥവാ സ്റ്റേഷനറി ആയിട്ട് ഞാൻ ഇക്വിലിബ്രിയം മോഡിൽ ഈ പ്രോബബിലിറ്റീസ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആ ഒരു പെർട്ടിക്കുലർ ഒരു ടൈം പീരീഡിന് ശേഷം ഈ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ മാർക്കറ്റ് ഷെയർ അഥവാ മാർക്കോ ചെയിൻ്റെ പ്രോബബിലിറ്റീസ് സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് സ്റ്റഡി ആയിട്ട് പോകുന്ന സ്റ്റേറ്റ് നമ്മൾ വിളിക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് പ്രോസസ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഇപ്പോൾ മാർക്കറ്റ് ഷെയറിൻ്റെ കേസാണെങ്കിൽ മാർക്കറ്റ് ഷെയർ മാർക്കോ ചെയിൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കോ ചെയിൻ ഫോളോ ചെയ്യുന്ന ആ ചെയിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഏതൊരു ഇവന്റിനെ സംബന്ധിച്ച് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന് ശേഷം അവ ഫോളോ ചെയ്യുന്ന പ്രോബബിലിറ്റി എന്തായിരിക്കും, സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ ഇക്വിലിബ്രിയത്തെ നമ്മൾ വിളിക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അവർ പറയുന്നത് എന്താണ്, പെപ്സിയിൽ നിന്നും കോക്കിലേക്ക് മാറാനുള്ള ട്രാൻസിഷൻ മാറാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് 0.3യും കോക്കിൽ നിന്ന് പെപ്സിയിലേക്ക് മാറാനുള്ള പ്രോബബിലിറ്റി 0.1. അഥവാ പെപ്സിയിൽ നിന്നും കോക്കിലേക്ക് മാറുന്ന ആൾക്കാരുടെ പെർസെൻറ്റേജ് 30% ആൻഡ് ദാറ്റ് ഓഫ് കോക്ക് ടു പെപ്സിയിലേക്കുള്ള ട്രാൻസാക്ഷൻ എത്രയാണ് 10% നമുക്ക് പറയാനായിട്ട് പറ്റും. തന്നിരിക്കുന്നതനുസരിച്ച് പെപ്സിയിൽ നിന്നും കോക്കിലേക്കുള്ള ട്രാൻസിഷൻ എത്ര പെർസെൻറ്റേജ് ആണ്, 0.3, ദാറ്റ് ഈസ് 30/100 അല്ലേ, 30/100. ആൻഡ് കോക്കിൽ നിന്നും പെപ്സിയിലേക്കുള്ള ആ മാറ്റം ഇറ്റ് ഈസ് 0.1, ദാറ്റ് ഈസ് 10/100, 10% നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ പെപ്സിയിൽ നിന്ന് കോക്കിലേക്ക് മാറുന്ന ആൾക്കാരുടെ എണ്ണവും കോക്കിൽ നിന്ന് പെപ്സിയിലേക്ക് മാറുന്ന ആൾക്കാരുടെ എണ്ണവും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ആ കണ്ടീഷനായി നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ട്രാൻസിഷൻസും സെയിം ആകുമ്പോൾ പിന്നീട് എന്ത് സംഭവിക്കില്ല, സ്റ്റേറ്റ് പ്രോബബിലിറ്റീസിന് എന്ത് സംഭവിക്കില്ല, മാറ്റം സംഭവിക്കില്ല. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടുത്തെ ആ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ നമ്മളുടെ സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് എത്രയൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. പെപ്സിയിൽ നിന്നും കോക്കിലേക്ക് മാറുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്, ഇറ്റ് ഈസ് 30/100. 100 പേരിൽ 30 പേര് പെപ്സിയെ മാറി കോക്കിലേക്ക് കോക്ക് തിരഞ്ഞെടുക്കുന്നു. ആൻഡ് ദാറ്റ് ഓഫ് കോക്ക് ടു പെപ്സി ദാറ്റ് ഈസ് 10/100. 100 പേരിൽ 10 പേര് കോക്ക് എന്ന് പറയുന്ന ബ്രാൻഡ് മാറ്റി പെപ്സി ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ട്രാൻസിഷൻസും ഈ മാറ്റങ്ങൾ സെയിം ആയിട്ട് വരുമ്പോൾ എന്ത് വരും, നമുക്ക് ഈ സ്റ്റേറ്റ് സ്റ്റഡി ആയിട്ട് പോകുന്നത് നമുക്ക് പറയാനായിട്ട് മാറ്റമില്ല, സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യുന്നു, ഇക്വിലിബ്രിയം സ്റ്റഡി ആയിട്ട് പോകുന്നത് നമുക്ക് പറയാനായിട്ട്. പെപ്സിയിൽ നിന്ന് കോക്കിലേക്ക് മാറുന്നില്ല, കോക്കിൽ നിന്ന് പെപ്സി ആ ഒരു വ്യത്യാസം ട്രാൻസിഷൻസ് പോസിബിൾ ആകുന്നില്ല. ട്രാൻസിഷൻ പോസിബിൾ ആയാൽ തന്നെ അതെന്ത് ചെയ്യുന്നില്ല, ആ ഇക്വിലിബ്രിയത്തിന് അത് അഫക്റ്റ് ചെയ്യുന്നില്ല, സ്റ്റഡി ആയിട്ട് സ്റ്റേഷനറി ആയിട്ടത് പോകുന്നു നമുക്ക് പറയാം.
അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം അവിടെ പൊസസ് ചെയ്യുന്ന അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് പ്രോബിലിറ്റീസ് എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ട്രാൻസിഷൻ ഫ്രം പെപ്സി ടു കോക്ക് ഈസ് 30% ആൻഡ് ദാറ്റ് ഓഫ് കോക്ക് ടു പെപ്സി ഈസ് 10%. അപ്പോൾ എപ്പോഴാണോ ഈ മാർക്കറ്റ് ഷെയർ ഓഫ് പെപ്സിയുടെ 30% മാർക്കറ്റ് ഷെയർ ഓഫ് കോക്കിൻ്റെ 10%നോട് ഈക്വൽ ആകുന്നത്, അപ്പോഴായിരിക്കും എന്ത് സംഭവിക്കുന്നത്, സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം പോസിബിൾ ആകുന്നത്. ദാറ്റ് ഈസ് പെപ്സി മാർക്കറ്റ് ഷെയറിൻ്റെ, പെപ്സിയുടെ മാർക്കറ്റ് ഷെയറിൻ്റെ 30% വിൽ ബി ഈക്വൽ ടു കോക്ക് മാർക്കറ്റ് ഷെയർസ് 10%. ഇവ തമ്മിൽ ഈക്വൽ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു പെപ്സിയിൽ നിന്ന് കോക്കിലേക്ക് മാറുന്ന ആൾക്കാരുടെ എണ്ണം 30/100ഉം കോക്കിൽ നിന്ന് പെപ്സിയിലേക്ക് മാറുന്ന ആൾക്കാരുടെ എണ്ണം 10/100ഉമാണ്. അപ്പോൾ മാർക്കറ്റ് ഷെയർ ഓഫ് പെപ്സിയുടെ 30%ഉം മാർക്കറ്റ് ഷെയർ ഓഫ് കോക്കിൻ്റെ 10%ഉം ഈക്വൽ ആകുമ്പോൾ നമുക്ക് പറയാം ആ മാറ്റങ്ങൾ എന്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്ത് പോകും, അത് സ്റ്റഡി ആയിട്ട് അത് മൂവ് ചെയ്ത് പോകുക, ആ മാർക്കറ്റ് ഷെയർസ് മൂവ് ചെയ്ത് പോകും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഇവിടെ മാർക്കറ്റ് ഷെയർസും തമ്മിൽ റിലേഷൻ ഇതാണെങ്കിൽ ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നു. ദെർഫോർ പെപ്സി മാർക്കറ്റ് ഷെയർ ഈസ് ഈക്വൽ ടു കോക്ക് മാർക്കറ്റ് ഷെയർ ഇൻറ്റു 10/100 ഇൻറ്റു ഈ 30/100 ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഇറ്റ് ഈസ് 100/30. ദെർഫോർ സീറോസിനെ ക്യാൻസൽ ചെയ്യുന്നു. ദെർഫോർ കോക്ക് മാർക്കറ്റ് ഷെയർ ബൈ 3 ഈസ് ഈക്വൽ ടു Pepsi market share. Therefore, I can say that 3 into the market share of Pepsi is equal to market share of Coke. Or കോക്കിൻ്റെ മാർക്കറ്റ് ഷെയർ പെപ്സിയുടെ മാർക്കറ്റ് ഷെയറിൻ്റെ 3 ഇരട്ടി ആയിരിക്കും എന്ന് പറയുന്നത് കോക്കിൻ്റെ മാർക്കറ്റ് ഷെയർ. അതെപ്പോഴാണോ അറ്റൈൻ ചെയ്യുന്നത് അപ്പോഴായിരിക്കും അവ എന്തിലേക്ക് മാറുന്നത്, ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വന്ന ഫോം അനുസരിച്ച് പെപ്സിയുടെ മാർക്കറ്റ് ഷെയറിൻ്റെ 3 ഇരട്ടി എന്താകുമ്പോൾ കോക്കിൻ്റെ മാർക്കറ്റ് ഷെയർ അറ്റൈൻ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഈ അതിന് അത്രയും വാല്യൂ അല്ലെങ്കിൽ അത്രയും മാർക്കറ്റ് ഷെയർ അറ്റൈൻ ചെയ്തതിന് ശേഷം പിന്നെ ഇവ തമ്മിൽ എന്തുണ്ടാവില്ല, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിന് സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് ഇക്വിലിബ്രിയത്തിൽ ഇവയുടെ മാർക്കറ്റ് ഷെയർ കണ്ടിന്യൂ ചെയ്ത് പോകും നമുക്ക് പറയാം. അങ്ങനെയെങ്കിൽ അവിടുത്തെ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം എത്രയാണെന്ന് നോക്കാം. നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് ഷെയറിനെ ഞാൻ 100 എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ 100 എന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് പെപ്സി മാർക്കറ്റ് ഷെയർ പ്ലസ് കോക്ക് മാർക്കറ്റ് ഷെയർ ഇസ് ഈക്വൽ 100% ദാറ്റ് ഈസ് 1 എന്ന് എടുക്കുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് പെപ്സിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് PMS പ്ലസ് കോക്ക് മാർക്കറ്റ് ഷെയർ ഓഫ് CMS ക്യാൻ ബി റിട്ടൺ ആസ് 3 into PMS. ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് ഞാൻ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്, സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ ഇവയുടെ രണ്ടിൻ്റെയും സ്റ്റേറ്റ് പ്രോബിലിറ്റീസ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, ടോട്ടൽ പ്രോബിലിറ്റി ടോട്ടൽ മാർക്കറ്റ് ഷെയർ ഞാൻ എന്താ എടുക്കുന്നു, 100/100 ആയിട്ട് എടുക്കുന്നത് 1. ദാറ്റ് ഈസ് പെപ്സി മാർക്കറ്റ് ഷെയർ പ്ലസ് കോക്ക് മാർക്കറ്റ് ഷെയർ വിച്ച് ഈസ് ഈക്വൽ ടോട്ടൽ മാർക്കറ്റ് ഷെയർ ഓർ 1. ദിസ് പെപ്സി മാർക്കറ്റ് ഷെയർ പ്ലസ് കോക്ക് മാർക്കറ്റ് ഷെയർ എങ്ങനെ എഴുതാം, 3 into PMS എന്ന് എഴുതാം. Therefore 3 PMS is equal to 1. Therefore 1 PMS plus 3 PMS, that is 4 into Pepsi market share is equal to എന്തെന്ന് കിട്ടും, 1 എന്ന് എനിക്ക് കിട്ടും അല്ലേ. Therefore Pepsi market share is equal to 1/4, or it can, in terms of probability, it is 0.25. 1/4 എനിക്ക് ഇങ്ങനെ എഴുതാം, 0.25 എന്ന് എഴുതാം. പ്രോബബിൾ ഡെസിമൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ 0.25 എന്ന് എഴുതാം. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, പെപ്സി മാർക്കറ്റ് ഷെയർ 0.25 എത്തുമ്പോൾ, പെപ്സിയുടെ മാർക്കറ്റ് ഷെയർ എപ്പോഴപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എത്രയായിരുന്നു, 0.55 ആയിരുന്നു, അതിനുശേഷം 0.43 ആയി, പിന്നെ 0.35 ആയി, അങ്ങനെ 0.25 എത്തുമ്പോൾ പെപ്സിയുടെ മാർക്കറ്റ് ഷെയർ 0.25 25% എത്തുമ്പോഴത്തേക്ക് എന്ത് കിട്ടും മനസ്സിലായി,
അതിനുശേഷം ആ മാർക്കറ്റ് ഷെയർസിന് അത് വലിയ വേരിയേഷൻ ഒന്നുമില്ല, അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ നമ്മളെ കോക്ക് മാർക്കറ്റ് ഷെയർ എങ്ങനെയായിരുന്നു? ഇറ്റ് ഈസ് ഈക്വൽ, നമ്മൾ എന്താണ് എഴുതിയത് ഇക്വേഷൻ അനുസരിച്ച്? കോക്ക് മാർക്കറ്റ് ഷെയർ ഈസ് 3 ഇൻറ്റു പെപ്സി മാർക്കറ്റ് ഷെയർ, ദാറ്റ് ഈസ് 3 ഇൻറ്റു 0.25, that is 0.75. Therefore പെപ്സി മാർക്കറ്റ് ഷെയർ കുറഞ്ഞ് 0.5 55%-ൽ നിന്നും കുറഞ്ഞ് 25%-ഉം, കോക്ക് മാർക്കറ്റ് ഷെയർ 45%-ൽ നിന്നും കൂടി 75% വരെ അറ്റൈൻ ചെയ്യുമ്പോഴത്തേക്കും ഇവരെന്തായിട്ട് മാറും? സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം ആയിട്ട് മാറും നമുക്ക് എക്സ്പെക്ട് ചെയ്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ ഉണ്ടാകുന്ന ട്രാൻസിഷൻസ് ഒരിക്കലും എന്തിനെ അഫക്റ്റ് ചെയ്യില്ല? ഇവിടെ മാർക്കറ്റ് ഷെയർസിനെ അഫക്റ്റ് ചെയ്യില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോഴത്തെ ഇതാണ് ഈ ഒരു സ്റ്റേറ്റിൽ ഇവർ അറ്റൈൻ ചെയ്തു എന്നിരിക്കട്ടെ. ഇപ്പോഴത്തെ പെപ്സി മാർക്കറ്റ് ഷെയർ 0.25-ഉം കോക്ക് മാർക്കറ്റ് ഷെയർ 0.75 ആണെന്നിരിക്കട്ടെ. ഇവരുടെ ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? ട്രാൻസിഷൻ മെട്രിക്സ് എങ്ങനെയായിരുന്നു? 0.7, 0.3, 0.1 ആൻഡ് 0.9 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തോ ഇല്ലയോ നമുക്കറിയാം. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. ഇവരുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ് പ്രോബിലിറ്റി 0.25-ഉം 0.75-ഉം ആണെന്നിരിക്കട്ടെ. ഉണ്ടാകാൻ പോസിബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ പ്രോബിലിറ്റീസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ പെപ്സി ടു പെപ്സി, പെപ്സി ടു കോക്ക്, കോക്ക് ടു പെപ്സി, കോക്ക് ടു കോക്ക്. അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് മെട്രിക്സുടെ മൾട്ടിപ്പിൾ നമുക്ക് എന്ത് കിട്ടും? അടുത്ത സ്റ്റേറ്റിൽ, ആ ട്രാൻസിഷന് ശേഷം ഉണ്ടാകുന്ന സ്റ്റേറ്റിലെ എന്ത് കിട്ടും? സ്റ്റേറ്റ് പ്രോബിലിറ്റീസ് നമുക്ക് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു is 0.25 and next one is നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം 0.25 0.75 25%-ഉം 75%-ഉം മാർക്കറ്റ് ഷെയർ ഉള്ള സമയത്ത് അവിടെ ഒരു ട്രാൻസിഷൻ, ഈ ഒരു ട്രാൻസിഷൻ പ്രോബിലിറ്റി അനുസരിച്ച് തന്നെയാണ് ട്രാൻസിഷൻ ഹാപ്പൻ ചെയ്യുന്നതെങ്കിൽ ആ അടുത്ത സ്റ്റേറ്റ്, അതായത് സക്സീഡിങ് ആയിട്ടുള്ള സ്റ്റേറ്റിലെ മാർക്കറ്റ് ഷെയർ എത്ര തന്നെ ആയിരിക്കും? 0.25-ഉം 0.75-ഉം തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഈ 0.25% മാർക്കറ്റ് ഷെയറും 75% മാർക്കറ്റ് ഷെയറും കറസ്പോണ്ടിങ് ആയിട്ട് പെപ്സി ആൻഡ് കോക്ക് രണ്ട് കമ്പനീസും അറ്റൈൻ ചെയ്യുമ്പോൾ അവരെന്തായി? ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയത്തിലെത്തി. പിന്നീട് എന്തൊക്കെ ട്രാൻസിഷൻസ് സംഭവിച്ചാലും ആ ട്രാൻസിഷൻസ് ഒന്നും തന്നെ എന്തിനെ അഫക്റ്റ് ചെയ്യില്ല? ഇവിടെ മാർക്കറ്റ് ഷെയറിനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം നമ്മൾ വിളിക്കുന്നു. സോ ഇന്ന് നമ്മൾ മാർക്കോവ് ചെയിൻ എന്ന് പറയുന്ന ആ സെക്ഷനകത്തെ ഒരു എക്സാമ്പിളാണ് നമ്മളിന്ന് പഠിച്ചു കഴിഞ്ഞത്. ആ എക്സാമ്പിൾ അനുസരിച്ച് അപ്പോൾ ജസ്റ്റ് ഞാൻ ആപ്ലിക്കേഷനായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് മനസ്സിലാക്കിയിരിക്കാണ്ട്. പ്രോബ്ലംസ് അങ്ങനെ സാധാരണ ഈ സെഷനിൽ നിന്ന് നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ല. എന്താണ് ഇതെന്നുള്ളതിൻ്റെ ഒരു ബേസ് എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അങ്ങനെ 1 വേർഡും 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ഇൻ കേസ് 4 മാർക്സോ എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ഇൻ ദിസ് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. സോ ഇത് നമ്മൾ മാർക്കോവ് ചെയിനിൻ്റെ എക്സാമ്പിളാണെന്ന് പറയുന്നത്. മാർക്കോവ് ചെയിൻ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ മാർക്കോവ് ചെയിനിൽ അല്ലെങ്കിൽ മാർക്കോവ് ചെയിൻ ഒബേ ചെയ്യുന്ന സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ പ്രോസസ്സിനെ സംബന്ധിച്ച് എങ്ങനെ അവയുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഇവൻറ്റ്സിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും അവ സ്റ്റഡി സ്റ്റേറ്റ് അക്വയർ ചെയ്തവ, സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തവ അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവ എപ്രകാരം നമുക്ക് പോസിബിൾ ആക്കുന്നവ, കാൽക്കുലേഷൻസ് എന്താണെന്നുമാണ് നമ്മളിന്ന് പറഞ്ഞു നിർത്തിയത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ലെക്ചർ നോട്ട്സായിട്ട് എനിക്ക് ഹോം അസൈൻമെൻറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.